നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതൊരു മുട്ട റോസ്റ്റാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി വന്നാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ മീഡിയം സൈസിലുള്ള 4 സവോള സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് സവോള നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവോള നല്ലതുപോലെ വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് 2 ടേബിൾ സ്പൂണും പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇവ കൂടി ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് തക്കാളി സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. തക്കാളി സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിൽ മാറിപ്പോകരുത്. ശേഷം അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മുട്ട റോസ്റ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 പുഴുങ്ങിയ മുട്ട വരഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി മുട്ടയുടെ മുകളിലേക്ക് മസാലയെല്ലാം വിതറിക്കൊടുത്ത് മൂടി വെച്ച് ഒരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും പുട്ടിനും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.